അങ്കിളെ അപ്പൊ സമ്മതിക്കാത്ത കേസായോണ്ട് വേറെ ആരും ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കതല്ലേ പരിപാടി. പിന്നെ എന്റെ കല്യാണം കൊള്ളാവുന്നാണ് എനിക്ക് തോന്നണത്. എന്റെ ഗൾഫ് കള്ളക്കഥ എല്ലാം കൂടെ ഇവിടെ അറിഞ്ഞിട്ടേ അണ്ണന് എന്നെ ഇറക്കി വിടും, അപ്പച്ചി ഇറക്കി വിടും. ഇനി തൊട്ട് പിടിച്ചിറത്താനായിട്ട് മണിക്കൂട്ടെണ്ണെ കൊണ്ട് പറ്റേയില്ല. ഞാൻ എന്തിനു കിട്ടു? ഓ മൊത്തത്തിൽ എല്ലാം കൊളാവണ ലക്ഷണമുണ്ട്. അണ്ണനും വന്ന് കോളം തികഞ്ഞ് കയറി വരികട്ടാ. മോളെ അച്ഛാ അണ്ണ ഇരി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2 ദിവസം അവിടെ ആശുപത്രിയും ഒക്കെ ആയിട്ട് നടന്ന് ചെക്കപ്പായിരുന്നു പ്രശ്നം. അമ്മയുടെ കാലിലൊക്കെ ഭയങ്കര നീര്. അയ്യോ. അപ്പൊ ശിവപ്രസാദ് ഡോക്ടർ പറഞ്ഞ് ലിവർ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നാളെ അതിന്റെ ടെസ്റ്റിന് പോകും. നാളെ ഇനി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് വേണം ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കൊണ്ട് കാണിക്കണം. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്തടി അയ്യോ, എന്റെ അച്ഛനെ കണ്ടിട്ട് കുറെ നാളായില്ലേ. എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട്. വിശേഷങ്ങൾ പറയുന്നോ? നീ എപ്പോഴും വിളിച്ച് ചോദിച്ചോണ്ടിരിക്കല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നേരിട്ട് കേൾക്കുന്ന ഒരു സുഖം മൊബൈലിൽ കൂടെ കേൾക്കുമ്പോ കിട്ടൂലല്ലോ അങ്കിളല്ലേ. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഇല്ല എന്ത് പിന്നെയല്ലേ എന്താ കൊച്ചു ചോദിക്കുന്നത്? മറ്റേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന്റെ കാര്യമൊക്കെ എന്തായി? ഉത്സവം ഫെബ്രുവരിയിലല്ലേ? ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്. നിങ്ങൾ ഇരി, ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ? പൂജയൊക്കെ സാധാരണ നടക്കുന്നുണ്ട്. അണ്ണ കണ്ടില്ലേ? ഞാൻ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അമ്പലത്തിൽ പോകണ്ടേ? മോശമല്ലേ അത്? ഞാൻ പോയത് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മയുടെ കാര്യം നോക്കാനല്ലേ. അമ്മയുടെ കാര്യം പറ. ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് വന്ന് എന്തറിയുമോ, ബാങ്കില് ലീവില്ലാഞ്ഞിട്ടാണ്. ഇനി ബാങ്കിൽ പോണം. പിന്നെ ഉണ്ണിയാമനും കൂടെ അവിടെ വേറെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ പൂജയുടെ കാര്യം നോക്കാൻ പോകും. അപ്പച്ചി എങ്ങനെ ഇരിക്കുന്നു? അപ്പച്ചി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മേനെ തിരക്കിയില്ലേ? പിന്നെ നീ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നില്ലേ? ഇവിടെ വീഡിയോ കോളൊക്കെ ചെയ്ത് അച്ഛമ്മയെ കണ്ടാണല്ലോ. പിന്നെ എന്താ അച്ഛനെ തിരക്കില്ലെന്ന് ചോദിക്കാൻ? അല്ല എന്നാലും ഒരു കാര്യം നാളെ നമുക്ക് അങ്ങോട്ട് പോവാം. നാളെ വേണ്ടി വരും. നാളെ പോവാം. അളിയനെയും വിളിച്ചിട്ട് പോവാം. ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ മോളെ. അയ്യോ എന്ത് നിങ്ങക്ക് എന്ത് പറ്റി? നമുക്കെന്ത് പറ്റേ? അണ്ണ റെഡി ആയിരിക്കണം. ഇനി എന്ത് റെഡി ആവാൻ പോണം? ഒന്ന് ഫ്രഷ് ആവട്ടെ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ അയ്യോ അങ്ങനെ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റില്ല. അകത്ത് പോകാൻ പറ്റുന്നത് എന്തോ ഭയങ്കര നാറ്റം. നാറ്റോ? ഓ അല്ല, എലി വല്ലതും ചെറുക്കണപ്പുണ്ടാ? ഞാൻ പോയി ഇത് എലിയല്ലേ, ഇത് പുലിയാ. അല്ല കുട്ടി അല്ല എലി പെരിച്ചായി. പെരിച്ചായിയൊക്കെ ആണെങ്കിലേ ഇനി പെട്ടെന്ന് എടുത്ത് കളയണം, കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ നാറ്റോ. നമ്മളെടുത്ത് കളഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരണേ. അണ്ണ എവിടെ അണ്ണ പോണത്? അണ്ണ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ നിക്കില്ല. അണ്ണ അകത്തെവിടെ പോണത്? എന്തോന്ന് ഇത്? ഇവിടെ ഉള്ള ഞാൻ അണ്ണ നീ സ്വഭാവമൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ അണ്ണ. നമ്മൾ സംസാരിക്കാതെ പോവാനും മിണ്ടായിരിക്കാനും ഒക്കെ അണ്ണ നീ സ്വഭാവം ഇല്ലാതായിരുന്നല്ലോ. രാമ, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്നിട്ട് നിന്റെ സംസാരിക്കാം. വെള്ളം നമ്മൾ ഉണ്ടാക്കില്ല, അതാണ് വെള്ളം ഉണ്ടാക്കിയില്ലേ? വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പൈപ്പിൽ വെള്ളം ഇല്ലേ? അത് കുടിച്ചപ്പോ അസുഖമില്ലേ? അത് ഫ്രിഡ്ജിൽ വെള്ളം ഇരിപ്പില്ലേ? നിങ്ങൾക്ക് എന്ത്? നമുക്ക് പുറത്തു പോയി വെള്ളം കുടിക്കാം. എന്നാ ഞാൻ ഡ്രസ് മാറിട്ട് വരാം. മോളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പം മുഷിഞ്ഞ് നാറി വന്നിരിക്കല്ലേ. പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ് മാറിയിട്ട് വന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. അതിനിപ്പോ എന്ത്? മുഷിയൊന്നുമില്ല. ഇല്ല നല്ല മണം. മാറി നില്ല. അയ്യോ അണ്ണ രവിയണ്ണ വന്ന്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.